അപ്പൊ നമ്മളിപ്പോ പുതിയ സീരിയലിന്റെ സെറ്റിലാണുള്ളത്. കഥാനായികയുടെ ലൊക്കേഷന്റെ ഐ തിങ്ക് ഇടവേളയാണെന്ന് തോന്നുന്നു. അതിനിടയിലാണ് ചേട്ടനെ കിട്ടിയത്. ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ഉറക്കമായിരുന്നു. അതിന്റെ ഇടയിൽ നമുക്ക് വേണ്ടി ഒരു സമയം മാറ്റി വെച്ചതാണ്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി കിടന്നുറങ്ങണം. അതെ, ഭയങ്കര തിരക്കുള്ളതാണ്. ഓക്കെ, അപ്പൊ കഥാനായികയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കഥാനായികയില് നായകന്റെ അളിയനായിട്ടാണ് ഞാൻ. പോസിറ്റീവാണ്. നേരത്തെ അച്ഛന്റെ ഇന്റർവ്യൂ കിട്ടിയല്ലോ. നമ്മൾ മൂന്നുപേരും ഒറ്റക്കെട്ട് അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഇന്ന് തൊട്ട് തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങോട്ട് വേണം തകർക്കാൻ. എന്റെ ഭാര്യയും അമ്മയും നെഗറ്റീവാണ്. അപ്പൊ എന്തായിരുന്നാലും അറിയാലോ, ഭാര്യ നെഗറ്റീവ് ആകുമ്പോഴത്തേക്കും ഭർത്താവ് പഴം വിഴുങ്ങി കണക്കുമുണ്ടാ നിൽക്കേണ്ടി വരും. ഉറപ്പല്ലേ? അങ്ങനെ പഴം വിഴുങ്ങിയാണെങ്കിൽ അറിഞ്ഞൂടാ അതിനി അങ്ങോട്ട് പോവേ എങ്ങനെയാണെന്ന്. അപ്പൊ നമ്മള് നേരത്തെ എന്തായാലും പറഞ്ഞു കോമഡിയിൽ നിന്ന് പിന്നെ ഒരു എന്താ വില്ലനിസത്തിലേക്ക് ഒരു പരകായ പ്രവേശമാണോ നടത്തിയത്? എങ്ങനെയാണെന്നല്ല, ഗതികേട് കൊണ്ട് ചെയ്തു പോണേണ്. വീട്ടില് കൊച്ചിന് പാലും ബിസ്ക്കറ്റും വാങ്ങാൻ വേറെ വഴിയില്ല. അതുകൊണ്ട് ചെയ്തു പോകും, ആത്മാർത്ഥമായിട്ട് ചെയ്തു പോകും. അത് നല്ല രസമായിരുന്നു. കാരണം എന്താ വെച്ചാല് അതുവരെ ഞാൻ കോമഡിയിൽ നിന്ന് വന്ന കാരണം എല്ലാവരും കോമഡി റോളിനാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വേറെ നമ്മുടെ ഡോക്ടർ ജനാർദ്ദൻ എന്ന് പറഞ്ഞ ഡയറക്ടർ പുള്ളി ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നെഗറ്റീവ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അപ്പൊ നമ്മൾക്ക് എപ്പോഴും ഓർത്തിരിക്കുന്നത് നെഗറ്റീവാണ്. കോമഡിയെ കണ്ട് ചിരിച്ചു പോകെങ്കിലും നാട്ടുകാരെ മനസ്സിൽ കിടക്കുന്ന നെഗറ്റീവ് അവശേഷിപ്പിക്കും. അതെ, തീർച്ചയായിട്ടും. അവനെ കിട്ടിയ രണ്ടെണ്ണം കൊടുക്കണം എന്നൊക്കെ എന്റെ ഇതിന്റെ താഴെയൊക്കെ പറഞ്ഞ കമന്റ് വായിച്ചാൽ എന്റെ അമ്മ പോലും സൈക്കിളെന്ന് പറയുന്ന കണക്ക് അമ്മയ്ക്ക് ഇതൊന്നും പറയത്തില്ല. എങ്കിൽ അമ്മയ്ക്ക് അറ്റാക്ക് വരും, ഇങ്ങനെയൊക്കെയാണ് പറയണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നെഗറ്റീവ് ക്യാരക്ടർ നന്നായിരുന്നു. പിന്നെ നമ്മൾ ഓരോന്നും മാറി ചെയ്തു. അല്ലെങ്കിൽ എല്ലാത്തിലും നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ആ ലേബല് പിന്നെ അറിയപ്പെടും. നെഗറ്റീവ് നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ ഒരുപാട് കോമഡി നടന്മാരൊക്കെ ഒരുപാട് ക്യാരക്ടർ റോൾസിലേക്കും വില്ലനിസത്തിലേക്കും ഒക്കെ കടക്കുന്ന ഒരു ടൈമാണിത്. നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഷാജു ചേട്ടനും സുരാജ് ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര്, അങ്ങനെ ഒരുപാട് വലിയ ആളാവണം എന്നാണ് ആഗ്രഹം. എങ്ങനെയാണ് ഈ ഒരു സീരിയൽ അല്ലെങ്കിൽ അഭിനയ മോഹം ഒക്കെ തലയ്ക്ക് പിടിച്ചത് എപ്പോഴാണ്? തലയ്ക്ക് പിടിച്ചൊന്നുമല്ല, അതായത് ആക്ച്വലി ഞാൻ കുഞ്ഞുനാളിലെ ഡാൻസർ ആയിരുന്നു. സിനിമാറ്റിക് ഡാൻസർ ആയിരുന്നു. ഇപ്പൊ ഡാൻസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, എന്നെ കണ്ടിട്ട് തോന്നുന്നില്ല ഡാൻസ് ചെയ്യുന്നത്. ഇപ്പൊ ഡാൻസ് ചെയ്യുന്നില്ല. സ്കൂൾ നാടകം ചെയ്തിട്ടുണ്ട്. അതിലൊരു അഭിനയം ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഈ നമ്മുടെ ട്രൂപ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും ഡാൻസേഴ്സിനെ പിടിച്ച് എന്തെങ്കിലും ചെറിയ വേഷങ്ങളിൽ അഭിനയിപ്പിക്കും. അതൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ കോമഡി സ്റ്റാർസിൽ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നു. അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു പുതിയൊരു സീരിയലിലത്തേക്ക് എങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് നമുക്കൊരു പ്രിവിലേജ് ഇല്ല, ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അങ്ങനെ ചെയ്ത അപ്പൊ കോമഡി ക്യാരക്ടർ തന്നെയാണ്. മണ്ടനായ ഒരു കൂട്ടുകാരനായിരുന്നു. എന്ത് പറഞ്ഞാലും മണ്ടത്തര. അത് പിന്നെ ജീവിതം അങ്ങനെ ആയത് കാരണം പിന്നെ കാരണം പിന്നെ അഭിനയിക്കേണ്ടി വന്നില്ല, അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ കോമഡിയിലോട്ട് ഭയങ്കര ഇഷ്ടം. കോമഡി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എല്ലാരും ചിരിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഇതാണ്. ഞാൻ ചെയ്യുന്നു, അവര് ചിരിച്ചു പോകുന്നതിന് നമ്മുടെ ലൈഫ് അങ്ങനെയാണ്. നമ്മൾ ഭയങ്കര ലളിതമായിട്ടാണ് കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് വീട്ടിലൊക്കെ? എങ്ങനെയാണ് ഇതുപോലെ തന്നെ? വീട്ടിൽ ഞാൻ സീരിയസ് ആണ്. അയ്യോ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, അവരെല്ലാം കോമഡി ആയിട്ട് എടുക്കും. എങ്ങനെയാണ് ചേട്ടാ സീരിയസ് ആയിട്ട് പറയുന്നത് വീട്ടില്? അങ്ങനെ പറയാൻ പറ്റൂല. മോളടുത്തൊക്കെ പറയുമ്പോഴത്തേക്കും മോളൊക്കെ ഞാൻ വരട്ടും. മോക്ക് എത്ര വയസ്സാണ്? മോക്ക് 4 വയസ്സ്. 4 വയസ്സുള്ള മോളെ വരട്ടെ? പിന്നെ എങ്ങനെയാണ്? എന്നിട്ട് എന്നെ അവള് കട്ടിലിരുത്തിയിട്ട് അനങ്ങരുതെന്ന് പറഞ്ഞിട്ട് അവള് പോകും. സ്റ്റാച്യു. എന്നിട്ട് അവള് പൊക്കോളും. അതുകൊണ്ട് പിന്നെ അതിന് കുഴപ്പമില്ല, സ്വസ്ഥം സമാധാനം. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഭാര്യ പറയുന്നതൊക്കെ കേൾക്കാറുണ്ട്. അപ്പോഴത്തേക്ക് ബഹളം ഉണ്ടാവും, അടിയുണ്ടാവില്ല. നമ്മുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ തീർച്ചയായിട്ടും സൈലൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. വീട്ടിൽ മറ്റാരൊക്കെയാണുള്ളത്? അച്ഛൻ, അമ്മ, പിന്നെ ഒരു അനിയനുണ്ട്. അനിയൻ കല്യാണം കഴിച്ചിട്ടില്ല. നമ്മളെ ജീവിതം കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാന അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എട്ടുന്നില്ല എന്നുള്ളതാണ്. അതെന്താ, നിങ്ങൾ അത്രയ്ക്ക് അടിയാണോ? അടിയൊന്നുമല്ല, അതിന് അടിയൊന്നും പറയാൻ പറ്റൂല, സഹിക്കാൻ വയ്യാന്നോ? വെറുതെ. ഓക്കെ, അപ്പൊ അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? അയ്യോ, ഭയങ്കര സപ്പോർട്ടാണ്. അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്.